ഹലോ, അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ വിഷുവിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. രാത്രി കുറേ പടക്കം പൊട്ടീനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കുഞ്ഞാവേനെ ഉറക്കി കഴിഞ്ഞിട്ട് ഞാനൊരു കണിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതെല്ലാം കണ്ട് രാവിലെ എഴുന്നേറ്റ് നമ്മളൊന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നേ. അമ്പലത്തിൽ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ആളതിലെല്ലാം ഓടിക്കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നേദിച്ച പായസവും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് തന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അമ്പലത്തിലെ വിഷുക്കണി വെച്ചതിനകത്തുനിന്ന് ഫ്രൂട്ട്സൊക്കെ എടുത്ത് പോരാൻ നേരമായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ കുഞ്ഞാവയ്ക്കും കുറച്ച് മുന്തിരിങ്ങ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പായസവും എല്ലാം മേടിച്ചുകൊണ്ട് നമ്മൾ പോരുകയാണ് കേട്ടോ. ഇത് അനിയത്തിയുടെ എൻഗേജ്മെൻറ്റിന് എടുത്ത ഡ്രസ്സാണ്. പുള്ളിക്കാരിക്കും എനിക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ വിഷുവിന് അതൊന്നും കൂടി ഇടിയിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുമ്പോൾ കടയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ കയറി. ചെന്ന വഴിയെ തന്നെ ആൾ മാംഗോ ഫ്രൂട്ട് വേണമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ആപ്പിളിൻ്റെ ഒരു ജ്യൂസും കൂടെയാണ് കേട്ടോ കുടിച്ചത്. അങ്ങനെ നമ്മൾ കുറേ സാധനങ്ങളെല്ലാം മേടിച്ചു. ആ കൂട്ടത്തിൽ കുഞ്ഞാവ ജ്യൂസ് ആദ്യം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മിഠായി വേണമെന്ന് പറഞ്ഞു. പിന്നെ എഗ്ഗ് മിഠായിയാണ് കേട്ടോ മേടിച്ചത്. അതിനകത്ത് തന്നെ ടോയ്സൊക്കെ നല്ല രസമുണ്ടായിരിക്കും, അതാണ് മേടിച്ചത്. അപ്പോൾ ആൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെ നിന്ന് സാധനങ്ങളെല്ലാം മേടിച്ചു. കുറച്ച് ശർക്കരയാണ് കേട്ടോ മേടിച്ചത്, കാരണം കൂടുതലായിട്ട് ശർക്കര മാത്രമല്ല കുറച്ചും കൂടി സാധനങ്ങൾ മേടിച്ചു. അപ്പോൾ നമ്മൾ ശർക്കര മെയിനായിട്ട് മേടിച്ചത് വിഷുക്കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതെല്ലാം വേവിച്ച് വെച്ചതിന് ശേഷമാണ് കേട്ടോ അമ്പലത്തിൽ പോയത്. പയറും കഞ്ഞിയും കൂടെ നമ്മുടെ ഏലക്കായും ജീരകവും ഒക്കെ പൊടിച്ച് ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. വന്നിട്ട് ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. ഈ കുക്കർ തുറക്കുമ്പോൾ തന്നെ ഈ ഏലക്കായും ജീരകങ്ങളും കൊണ്ട് നല്ലൊരു മണമൊക്കെ വരും. പിന്നെ ഞാൻ അത്ര വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിലും ഒരു ഐഡിയ വെച്ചാണ് ഉണ്ടാക്കിയത്. ഇതിനകത്ത് തേങ്ങാപ്പാൽ അല്ലെ തേങ്ങാപ്പീരയൊക്കെ ചേർക്കും. ഞാൻ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. ജസ്റ്റ് പയറും കഞ്ഞിയും പോലെ അതിനകത്ത് ഏലക്കയൊക്കെ ഇട്ട് വെച്ച് ഇച്ചിരി ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണ് ഉണ്ടാക്കിയത്. അങ്ങനെ അച്ഛയാണെങ്കിൽ അവിടെ പച്ചക്കറിയെല്ലാം റെഡിയാക്കുന്നുണ്ട് കേട്ടോ. നമ്മളിന്ന് പച്ചക്കറി സദ്യയാണ് ഉദ്ദേശിക്കുന്നത്. ഇയാൾ എന്നോട് ചോദിച്ചത് ആ വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ ആർക്കൊള്ളാന്ന് പറഞ്ഞപ്പോൾ അമ്പായിക്കൊള്ളാന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ എടുത്തോളാൻ കൈകൊണ്ട് കാണിക്കുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് കഞ്ഞി കുടിക്കുന്നുണ്ട്. കുഞ്ഞാവയ്ക്ക് അതൊന്നും വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ലാത്തതുകൊണ്ട് ആൾ കഴിക്കുന്നില്ല. ചേട്ടായി ഈ പറഞ്ഞ കണക്ക് മധുരമൊന്നും അധികം കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാത്രമാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരൊറ്റ ഉറക്കം ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോൾ ദാണ്ട് പാവയ്ക്ക തോരനും മോരുകാച്ചിയതും പപ്പടം വറുത്തതും അച്ചാറും എല്ലാം സെറ്റാക്കി ആൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നമ്മുടെ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം 2 ദിവസത്തെ ഗ്യാപ്പേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് ആ ഒരു ക്ഷീണം കാരണമായിരിക്കാം ഞാൻ വല്ലാതെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പാവയ്ക്ക് ഇച്ചിരി കയ്പുള്ള സാധനം ആയതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ തോരൻ ചേട്ടായി വെക്കുമ്പോൾ ഇങ്ങനെ തോരൻ വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊരു കയ്പുണ്ടാവും, എന്നാലും എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ ചേട്ടായിക്ക് അത്ര വലിയ ഇഷ്ടമല്ലെങ്കിലും ചേട്ടായി ഇത് പാവയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കും. എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ പാവയ്ക്ക് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചോറ് കഴിക്കുന്നത്. കുഞ്ഞാവയാണെങ്കിൽ അവിടെ ഇരുന്നുണ്ട് പച്ചമോര് കൂട്ടിയിട്ട് ചോറ് കഴിക്കുന്നുണ്ട്. അത് നമ്മുടെ ബെഡിലിരുന്ന ആളത് കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് ആളവിടെ ഇരുന്ന് പപ്പടവും മോരും കൂട്ടിയിട്ട് ചോറ് കഴിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടെ ഞങ്ങളെല്ലാവരും കിടന്നിട്ട് വൈകിട്ടായപ്പോൾ ഇതാണ്ട് നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് കുറച്ചും കൂടെ പടക്കവും കാര്യങ്ങളൊക്കെ മേടിച്ച് കത്തിക്കലൊക്കെ ആയിരുന്നേ. അതുപോലെ തന്നെയാണോ? ആ കമ്മിറ്റിനോട് കത്തിക്കാൻ പറയട്ടെ. അതും കത്തിക്കാൻ പറയാം. സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എളിയിലിരുന്നിട്ടാണ് കേട്ടോ കാണുള്ളൂ. അപ്പം ഞങ്ങളിവിടുന്ന് റോട്ടിലോട്ട് ഇറങ്ങിയില്ല. കുഞ്ഞായ്ക്ക് കുറച്ച് പേടിയും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ മുറ്റത്ത് തന്നെ നിന്നിട്ടാണ് കേട്ടോ കാണുന്നത്.
അങ്ങനെ കുഞ്ഞാവയ്ക്ക് വേണ്ടി കുറച്ച് സ്പെഷ്യൽ കമ്പിത്തിരിയും കുറച്ചും കൂടെ പടക്കമൊക്കെ മേടിച്ച് നമ്മൾ കത്തിച്ച് കാണിച്ചു കൊടുത്തു കേട്ടോ ആളെ. അങ്ങനെ അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വിഷു ഡേ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വിഷു സെലിബ്രേഷൻ വ്ലോഗ് അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയൊരു ദിവസത്തെ കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ അതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അപ്പോൾ ഇനിയും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്